ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ ഈ പുണ്യയാത്രയിൽ കാനാന്യ സ്ത്രീയുടെ സുവിശേഷ ഭാഗം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വലിയൊരു പാഠമാണ് നൽകുന്നത്. ഈ നോമ്പ് കാലത്ത് കാനാന്യ സ്ത്രീ നമുക്ക് നൽകുന്ന 3 കാര്യങ്ങൾ ഇവയാണ്: തളരാതെ പ്രാർത്ഥന, അതിരുകളില്ലാത്ത വിനയം, മഹത്വമായ വിശ്വാസം. ശിഷ്യന്മാർ തളഞ്ഞിട്ടും കർത്താവ് മൗനം പാലിച്ചിട്ടും അവൾ പിന്തിരിഞ്ഞില്ല. നോമ്പുകാലം എന്നത് നമ്മുടെ പ്രാർത്ഥനകൾ ഉടനടി മറുപടി ലഭിച്ചില്ലെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത്. തന്നെ ഒരു നായ്ക്കുട്ടിയോട് ഉപമിച്ചിട്ട് പോലും അവൾ പിണങ്ങിയില്ല. മറിച്ച് മേശയിൽ നിന്ന് വീഴുന്ന കഷ്ണങ്ങൾ മതിയല്ലോ എന്ന് പറഞ്ഞ് തന്നെ താഴ്ത്തി. നമ്മുടെ അഹങ്കാരത്തെ വെടിഞ്ഞ് ദൈവകൃപയുടെ ഒരു ചെറിയ കണ്ണിക്കായി ദാഹിക്കുന്ന ഹൃദയമാണ് ഈ നോമ്പിൽ നമുക്ക് വേണ്ടത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ് എന്ന് കർത്താവ് അവളെ പുകഴ്ത്തി. പ്രതിബന്ധങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ നോമ്പിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയും. ഈ നോമ്പുകാലത്ത് കാനാന്യ സ്ത്രീയെപ്പോലെ തളരാതെ പ്രാർത്ഥനയും ആഴമായ വിനയവും നമുക്ക് കൈമുതലാക്കാം. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ.